നമസ്കാരം. ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 13 ദിവസമായി. ഈ 13 ദിവസം പിന്നിടുമ്പോൾ ഈ യുദ്ധം നമ്മളെയൊക്കെ ബാധിച്ചു തുടങ്ങി. നമ്മുടെയൊക്കെ അടുക്കളയിലേക്ക് ഈ യുദ്ധം ബാധിച്ചു തുടങ്ങി. യുദ്ധക്കെടുതി അടുക്കളയിൽ വരെ എത്തി നിൽക്കുകയാണ്. അതായത് പാചകവാതകം കിട്ടാനില്ല, ഒരുപാട് ഹോട്ടലുകൾ അടച്ചു, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥയാണ്. തുറക്കുന്ന ഹോട്ടലുകളാവട്ടെ അവർ വിഭവങ്ങൾ വെട്ടിക്കുറച്ചു. പ്രമുഖ ഹോട്ടലുകൾ പലതും ഇപ്പോൾ പുറത്ത് അടുപ്പ് കൂട്ടി വിറക് വെച്ച് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് അത്രമാത്രം നമ്മളെയൊക്കെ ഈ യുദ്ധം ബാധിച്ചു. ഈ യുദ്ധം നേരിട്ട് ബാധിച്ച ചില രാജ്യങ്ങളുണ്ട്, നമ്മളെ നേരിട്ട് ബാധിച്ചിട്ടില്ല. നേരിട്ട് ബാധിച്ച ചില രാജ്യങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ, കുവൈത്ത്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ നേരിട്ട് ബാധിച്ചു. അതായത് ഈ രാജ്യങ്ങളിലേക്കൊക്കെ അമേരിക്കൻ ബേസുകളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ചില മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇവിടെ ഭക്ഷ്യസുരക്ഷ അത് ഉറപ്പുവരുത്തിയിരിക്കുന്നു. അവിടെ ക്ഷാമമില്ല, വിലക്കയറ്റമില്ല. ആ രാജ്യങ്ങളെ അത്തരത്തിൽ ഈ യുദ്ധം ബാധിച്ചിട്ടില്ല. അങ്ങനെ ഈ യുദ്ധം ബാധിക്കാതിരിക്കാൻ ഒരു വലിയ ഇടപെടൽ MA യൂസുഫ് അലി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു കരുതലുണ്ടായി. ആ കരുതലുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അദ്ദേഹം ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു, ഒരിക്കലും ഈ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കില്ല, അവിടുത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുമെന്ന്. എന്തായാലും തന്നെ പോറ്റി വളർത്തിയ ആ രാജ്യത്തോടുള്ള കടമ MA യൂസഫ് അലി സാഹിബ് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗൾഫ് നാടുകളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി ലുലുവിന്റെ ചാർട്ടേഡ് കാർഗോ സർവീസുകൾ. ഇന്നലെ രാത്രിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ കുവൈത്ത് എയർവേസിന്റെ കാർഗോ വിമാനം 36 ടൺ പഴം പച്ചക്കറികളും വഹിച്ച് ഇന്ന് രാവിലെ 10:45 മടങ്ങി. കഴിഞ്ഞ ദിവസം അബുദാബിയിലേക്ക് ഇത്തിഹാദ് എയർവേസിന്റെ പ്രത്യേക കാർഗോ വിമാനത്തിൽ 80 ടൺ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ചതിന് പുറമെയാണിത്. ഭക്ഷ്യസുരക്ഷയും വിലസ്ഥിരതയും ഉറപ്പാക്കി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ച് ഭക്ഷ്യഭദ്രത ഉറപ്പാക്കുകയാണ് ലുലു മാനേജ്മെന്റും MA യൂസഫ് അലിയും. അബുദാബി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത സുസ്ഥിരമായി ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ചാർട്ടേഡ് വിമാന സർവീസിന് പുറമെ നിത്യേനയുള്ള വിമാന സർവീസുകളിലായി ദിനംപ്രതി 5 മുതൽ 6 ടൺ വരെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലുലുവിന്റെ കയറ്റുമതി വിഭാഗമായ ലുലു ഫെയർ എക്സ്പോർട്ട് വഴി കയറ്റി അയക്കുന്നുണ്ട്. വിവിധ GCC രാജ്യങ്ങളിലേക്കായി ഇത്തിഹാദ് എയർ, എയർ അറേബ്യ, സൗദി എയർ, ഫ്ലൈ എമിറേറ്റ്സ്, ഒമാൻ എയർ, എയർ ഇന്ത്യ തുടങ്ങിയ യാത്രാ വിമാനങ്ങളിലായിട്ടാണ് ലുലു ഫെയർ എക്സ്പോർട്ട് കാര്യക്ഷമമായി ഭക്ഷ്യോൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത്. പ്രാദേശിക കാർഷിക വിപണിക്ക് കരുത്തേകുന്ന നീക്കം കൂടിയാണിത്. കേരളത്തിൽ നിന്നും കൂടുതൽ കാർഗോ വിമാന സർവീസുകളും വരും ദിവസങ്ങളിലും തുടരാനാണ് ലുലു ഗ്രൂപ്പിന്റെ തീരുമാനം. ഡൽഹി, ബംഗളൂരു, മുംബൈ തുടങ്ങിയ വിപണികളിൽ നിന്നും ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് പ്രത്യേക വിമാനങ്ങളിൽ ലുലു കയറ്റുമതി ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സംഘർഷം കനത്തതോടെ പ്രതിസന്ധിയിലായ കേരളത്തിലെ കയറ്റുമതി മേഖലയിൽ കോടികളുടെ നഷ്ടമാണ് നേരിടേണ്ടി വന്നിരുന്നത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടുകയും സർക്കാർ സംവിധാനങ്ങളുമായി സംസാരിച്ച് മേഖലയിലെ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാണ് കണ്ടെത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൾഫ് സർവീസ് നടത്തി ഗൾഫ് മേഖലയിലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുമെന്നും MA യൂസഫ് അലി ഉറപ്പു നൽകിയിരുന്നു. ലുലു ഗ്രൂപ്പിന്റെ ഈ നടപടി കേരളത്തിലെ കയറ്റുമതിക്കാർക്കും വ്യാപാര സംരംഭങ്ങൾക്കും തൊഴിലാളികൾക്കും കൂടുതൽ പുതിയ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നേട്ടമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു.